നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. മിൽസോ ദ മിൽസോപ്പ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. അനിഷ്ടം പേടിച്ച് അനിശ്ചിതം. പ്രക്ഷോഭം പേടിച്ച് സഭ പിരിച്ചുവിട്ടു. ഓട്ടോൺ അക്കൌണ്ടും ധനവിനിയോഗ ബില്ലും പാസാക്കിയ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വേണ്ടെന്ന് വച്ചത് ഏപ്രിൽ 9 വരെ ചേരേണ്ടിയിരുന്ന സഭാ സമ്മേളനം. രാവിലെ സ്പീക്കർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം വിഫലം. മാറ്റമില്ലാത്ത നിലപാടിൽ ഇരുപക്ഷവും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് നിമിഷങ്ങൾ കൊണ്ട്. ചോദ്യോത്തരവും ശൂന്യവേളയും ഒഴിവാക്കി. സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയില്ല. നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ ബഹളം. വനിതാ MLA-മാരുടെ പരാതിയിൽ നടപടി വേണമെന്നും ആവശ്യം. തെറ്റു ചെയ്യാത്ത ഭരണപക്ഷാംഗങ്ങളെ ശിക്ഷിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. സഭ നേരത്തെ പിരിച്ചുവിട്ടത് നേട്ടമെന്ന് പ്രതിപക്ഷ നേതാവ്. ഭരണ പ്രതിപക്ഷ വാക്പോര് ഇനി സഭയ്ക്ക് പുറത്ത്. ഉപാധ്യക്ഷന് ധ്യാനകാലം. രാഷ്ട്രീയത്തിൽ നിന്ന് അവധിയെടുത്ത രാഹുൽ ഗാന്ധി ധ്യാന കേന്ദ്രത്തിലെന്ന് റിപ്പോർട്ട്. അജ്ഞാതവാസം തുടരുന്നത് മ്യാൻമറിലെ സത്യനാരായൺ ഗോയങ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. കടുത്ത ധ്യാനം 2 ആഴ്ച കൂടിയെന്നും സൂചന. ധ്യാന കേന്ദ്രത്തിൽ രാഹുലിന്റെ പരിശീലനം ദിവസവും 10 മണിക്കൂർ. എഴുത്തും വായനയും നിഷിദ്ധം. മനസ്സും ശരീരവും ഏകാഗ്രമാക്കി രാഹുലിന്റെ മടക്കം ഈ മാസം അവസാനം. AICC സമ്മേളന തീയതി സംബന്ധിച്ച തീരുമാനം രാഹുൽ മടങ്ങിയെത്തിയ ശേഷം. സമ്മേളന വേദിയും പിന്നീട്. സോണിയ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്ന കാര്യത്തിൽ തുടരുന്നത് അവ്യക്തത. സോണിയയുമായി രാഹുലിന്റെ നീരസം സംഘടനാ കാര്യങ്ങളിൽ തന്റെ അഭിപ്രായം പരിഗണിക്കപ്പെടാത്തതിൽ. ഉപാധ്യക്ഷൻ രാഷ്ട്രീയ വനവാസത്തിൽ പ്രവേശിച്ചത് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ്. പറഞ്ഞു തീരാത്ത പരിഭവങ്ങൾ. CPM കേന്ദ്ര കമ്മിറ്റി തീരുമാനത്തിൽ VS-ന്റെ പ്രതികരണം ഇന്ന്. സംസ്ഥാന നേതൃത്വത്തിനെതിരായ നടപടി ആവശ്യത്തിൽ VS-ന് തിരിച്ചടി. കത്തുകളിൽ ഉന്നയിച്ചത് പഴയ കാര്യങ്ങൾ മാത്രമെന്ന് PBയും കേന്ദ്ര കമ്മിറ്റിയും. VS-നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്ന് നീക്കണമെന്ന പിണറായി പക്ഷ ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ല. സംഘടനാ കാര്യങ്ങളിൽ PB കമ്മീഷന്റെ അന്വേഷണം തീരും വരെ VS തുടരും. സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് VS ഇറങ്ങിപ്പോയ സാഹചര്യം PB കമ്മീഷൻ പരിശോധിക്കും. VS-ന്റെ നടപടി നീതീകരിക്കാനാവുന്നതല്ലെന്ന് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും. സഭയിൽ നിന്ന് പോലീസിലേക്ക്. നിയമസഭയിൽ ലൈംഗികാതിക്രമം ആരോപിച്ച് പ്രതിപക്ഷ വനിതാ MLA-മാരുടെ പരാതി പോലീസിന്. കേസിന് തീരുമാനം. ഭരണപക്ഷാംഗങ്ങൾക്കെതിരെ നടപടി വേണ്ടെന്ന സ്പീക്കറുടെ തീരുമാനത്തെ തുടർന്ന്. വനിതാ അംഗങ്ങൾ ആരോപിക്കുന്ന ലൈംഗിക ആക്രമണം സഭയിൽ നടന്നിട്ടില്ലെന്ന നിലപാടിൽ സ്പീക്കർ N. ശക്തൻ. പരാതി പോലീസിന് കൈമാറേണ്ടെന്ന തീരുമാനം വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച പശ്ചാത്തലത്തിൽ. പ്രതിപക്ഷ വനിതകൾ പരാതിയുമായി ഇന്ന് ഗവർണറെ കാണും. ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഇടതുമുന്നണി രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്. തീരുമാനത്തിന് ഇന്ന് മുന്നണി യോഗം. മിൽസോ ദ മിൽസോപ്പ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.